ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് റേഷൻ കടകളിൽ നിന്നും കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ബിസ്ക്കറ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ ബേക്കറി കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിലാണ് ഈ ഒരു ബിസ്ക്കറ്റ് റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഒരു ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടി എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടിത് കുറച്ചൊന്ന് എടുത്ത് അരച്ച് നോക്കാം. അല്ലാണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് തരിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പം ഞാനിവിടെ നോക്കിയിട്ട് നല്ല പൊടിയാണ്, അതുകൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യില്ലെങ്കിൽ ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഓയിലിനേക്കാളും കൂടുതലൊരു ടേസ്റ്റ് നെയ്യിലാണ്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ നെയ്യും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ പൊടിയിലൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ പൊടിയൊക്കെ ചെറുതായിട്ടൊരു നനവൊക്കെ കാണും. ആ ഒരു രീതിയിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നെയ്യ് മാത്രം മതി, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പൊടി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതലാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കി വെക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു ബിസ്ക്കറ്റ് റെസിപ്പി. അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ തേങ്ങ ഒന്ന് വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇതിലില്ല. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്ക പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെളുത്ത എള്ളല്ല, കറുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഇതിൽ നന്നായിട്ട് തന്നെ കലങ്ങണമെന്നൊന്നുമില്ല. ഒരു മിതമായ രീതിയിൽ കുറച്ച് പഞ്ചസാര തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ടൊന്നും കൂടെ കുഴച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് പാലൊഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിതിലേക്ക് പാലൊഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുഴച്ചെടുക്കുന്ന പാത്രം ചെറിയൊരു പാത്രമായത് കാരണം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകൾ എടുക്കാം. അതുപോലെ കുറച്ചും കൂടെ പൊടി അവിടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഓരോ ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് കനം കുറയാതെ നല്ല കട്ടിയും വേണ്ട, അത്യാവശ്യം ഒരു മിതമായ രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത് നമ്മൾ ഇതുപോലൊരു ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ബിസ്ക്കറ്റിൻ്റെ ഒരു വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബാക്കി വരുന്നത് നമ്മൾ അടുത്ത ഉരുളയിലേക്ക് കൂട്ടാം. അങ്ങനെ ഞാൻ അടുത്ത ബോൾസ് എടുത്തിട്ട് അതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ടോപ്പ് ഉപയോഗിച്ച് എടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ കടി ഉണ്ടാക്കിയെടുക്കാം. ഒരു അരക്കപ്പ് റവയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാം. നമ്മൾ ബേക്കറി കടകളിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അപ്പക്കോരിയിൽ എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നല്ലൊരു ടേസ്റ്റി ഉള്ള ഒരു ബിസ്ക്കറ്റ് നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ബിസ്ക്കറ്റ് എടുത്ത് പകുതിയാക്കി കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ഉള്ളൊരു സ്നാക്സാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കുക. ഈ ഒരു ബിസ്ക്കറ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.